പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള തരി കാച്ചിയതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ചിലർ ഇതിന് തരിക്കഞ്ഞി എന്നും പറയലുണ്ട്. നോമ്പിൻ്റെ കാലത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കൽ. നോമ്പിൻ്റെ ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ ഒരുപോലെ മാറ്റാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാക്കറ്റ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കിനി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ആദ്യം നിങ്ങളൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തർക്കും മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തരിയാണ്. തരി എന്ന് പറയുന്നത് റവയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് മാത്രമേ ഇതേപോലെ റവ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ചേർത്തിട്ട് വേണം മിക്സാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും കേട്ടോ. പിന്നെ റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വറുക്കാത്ത റവ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കുറേശ്ശെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ആദ്യം നമുക്ക് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം അവിടെ തന്നെ വെക്കാം. ഈ റവ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റവ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഒരു 5-4 മിനിറ്റെല്ലാം മതി. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തിളച്ചിട്ട് ഈ റവ ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് റവയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. പിന്നെ റവ ചേർക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ 1/4 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അതിൽ കൂടി പോകരുത് കേട്ടോ. റവ കൂടിപ്പോയാൽ തരി കാച്ചിയത് ഭയങ്കര കട്ടിയായി പോകും. ശരിക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഓഫാക്കിയിട്ട് കുറച്ച് സമയം അവിടെ വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പാലും 1 കപ്പ് വെള്ളവും നമ്മൾ എടുത്താൽ അതിലേക്ക് 1/4 കപ്പ് റവ കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. നെയ്യ് ചേർത്താൽ നമ്മുടെ തരികാച്ചിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ചിലർ ഉള്ളി ചേർക്കുന്നവരുമുണ്ട്. ഉള്ളി ചേർത്താലില്ലേ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ തരികാച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ തരികാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതൊരു പഴയകാല ഡ്രിങ്കാണ് കേട്ടോ. പണ്ട് മുതലേ ഉള്ള ഡ്രിങ്കാണ്. പക്ഷേ ഇപ്പോഴും എല്ലാ നോമ്പിനും മിക്കവാറും എല്ലാ വീട്ടിലും ഇത് റെഡിയാക്കി എടുക്കലുണ്ട്. പ്രത്യേകിച്ച് ഗസ്റ്റെല്ലാം വരുന്ന സമയത്തെല്ലാം ഇപ്പോഴും തരികാച്ചിയതെല്ലാം ഉണ്ടാക്കുന്നവരുണ്ട്. ട്രെൻഡിങ്ങിലുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പം തരികാച്ചിയത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത്.